2016 മുൻപത്തെ 30,000 രൂപയിൽ നിന്നും 40,000 കുടുംബങ്ങളിൽ നിന്നും 5 ലക്ഷം രൂപ ഒരു വർഷം കവറേജും 42 ലക്ഷം കുടുംബങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാത്ത ബെനിഫിഷ്യറീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 40,000 എന്നുള്ളത് 42 ലക്ഷം കുടുംബങ്ങൾ, 30,000 രൂപ ഒരു വാർഷിക കവറേജ് ഇതെന്നുള്ളത് 5 ലക്ഷമായിട്ട് മാറി. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്ത സൗജന്യ ചികിത്സയാണ്, അത് സർക്കാരിൻ്റെ നയമാണ്, അത് ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ള നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കൊടുത്തു വരുന്നത്. കുടിശ്ശിക ഇനിയും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സർക്കാർ DME ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പലയിടത്തും പ്രശ്നങ്ങൾ പറയുന്നു എന്നും മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് തുക നൽകുകയും പിന്നീട് ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായി നൽകുകയും ചെയ്യാം എന്നുള്ളതാണ് ആ യോഗത്തിൽ പറഞ്ഞത്. അവരത് എഗ്രി ചെയ്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10 കോടി രൂപ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. മറ്റു ചില മെഡിക്കൽ കോളേജുകൾ അവർക്ക് ലഭ്യമായ തുകയുടെ അടിസ്ഥാനത്തിൽ 6.5 കോടി കൊടുത്തവരുണ്ട്, 10 കോടി കൊടുത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ലഭ്യമായ കാസ്പിൻ്റെ പണം അനുസരിച്ചിട്ട് 100 കോടി രൂപ ധനവകുപ്പ് തന്നപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് തുക അവർക്ക് കൊടുത്തിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അവർ പണം വാങ്ങിച്ചെങ്കിലും പിന്നീട് അത് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. ഇന്നലെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു മാധ്യമം ആണെന്നാണ് പറഞ്ഞത്. ഞാൻ അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇത് എടുത്തുകൊണ്ട് പോകാൻ പോകുന്നു, 1-2 മാധ്യമങ്ങൾ ഇതെടുത്തുകൊണ്ട് പോകാൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അവർക്കറിയുക? ഈ ഉപകരണം എടുത്തുകൊണ്ട് പോകാൻ ആയിട്ട് അവർ ശ്രമിക്കും. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയാക് പ്രൊസീജിയേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് കൂടുന്നതെന്നുള്ളതല്ലേ? അത് കൂടുന്നത് കാത്ത് ലാബുകൾ കൂടുതൽ സ്ഥാപിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിലൂടെ. പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അത് നടക്കണമെന്നുള്ളതാണ്. ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശ്രമിച്ചപ്പോൾ നമ്മൾ കണ്ടത് HLL ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലോ, അവർ വഴി ഈ കൺസ്യൂമേഴ്സ് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ശ്രമിച്ചു. എന്താ ചെയ്തതെന്നറിയാമോ? HLLൻ്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടാണ് നമുക്കറിയുന്നത്. അവർക്ക് കമ്പനികൾ കൊടുക്കുന്നതിനെ മുടക്കാനായിട്ട് ശ്രമിച്ചു. HLL എന്നുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ കൺസ്യൂമബിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ കൊടുക്കുന്നതിന് ഇവർ തടയിടാൻ ശ്രമിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ നിലയിലൊരു സമീപനം സ്വീകരിച്ചു ഇടപെട്ടു എന്ന് HLL ആണ് നമ്മളോട് പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളോട് പറഞ്ഞത്. ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റായിട്ട് ഗവൺമെൻറ് KMCL വഴി തന്നെ ഈ പ്രൊക്യൂർമെൻറ്റ് നേരിട്ട് കമ്പനികളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റിക്കൊണ്ട് നേരിട്ട് കമ്പനികളിൽ തന്നെ KMCL അതിന് റണ്ണിങ് കോൺട്രാക്ട് എടുത്തുകൊണ്ട് ആ രീതിയിൽ കൺസ്യൂമേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്.